ചുളുക്കല്ലേ? ഇത് നമ്മള് മൊബൈലിൽ കണ്ട മാതിരി തന്നെ കേട്ടാ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കളർ വ്യത്യാസം വരുമെന്ന്. സൂപ്പർ ആയിട്ടില്ല കേട്ടാ. ഇതാ മുന്താണി. എടി ഒന്ന് നീ പിടിച്ചാടി, ഒന്ന് വെച്ചാടി. ഞാൻ വെക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. ആ ഇങ്ങോട്ട് നോക്കട്ടെ, ചിരിക്കടി ഒന്ന്. ഇവിടെ നോക്കേ, മാറി കളർ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ എങ്ങനെയുണ്ട്? ചുമ്മാ നല്ല രസമുണ്ട്. നല്ല രസാട്ടാ. ബ്ലൗസ് ഒക്കെ തേച്ച് കഴിയുമ്പോ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. എന്തായാലും വേറെ കാര്യം, ഇതിന്റെ വില എത്രയാണെന്ന് അറിയാമോ? 2500. അങ്ങനെ ഇരുന്നാ മതി കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ജീവിതത്തിലെ പുണ്യാണ് ക്ലീറ്റോ. എങ്ങനെ? എന്നാലൊന്ന് പറ, ഞാനിതിലൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് പറ. അതെ, ഷോപ്പിംഗ് ഒന്നല്ല, പൊടി അവിടുന്ന്. സത്യമായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കാറുണ്ട്. പിന്നെ ഞാൻ വെറുതെ തമാശക്ക് വേണ്ടിട്ടല്ലേ വഴക്ക് പറയുന്നത്. പിന്നെ എന്റെ മോളല്ലേ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എനിക്ക് താങ്ങുമായിട്ട് എനിക്ക് പാര വെച്ചോണ്ടിരിക്കുന്നത്. ക്ലീറ്റോ, ഈ സംഗതി കൊള്ളാം. ക്ലീറ്റോ പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും വിചാരിച്ചില്ല. അതെ, നീ ഒന്ന് മാറിക്കേ. അതെ ക്ലീറ്റോ, നമുക്കേ സാരി ഓക്കെ, കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണം. എന്ത് സാധനം? അല്ല, നമുക്ക് സാരി പോലെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാം. അങ്ങനെ ഓൺലൈനിൽ മേടിക്കാന്ന് പറഞ്ഞാലേ ചുമ്മാ അങ്ങ് മേടിക്കാൻ പറ്റില്ല, നമ്മുടെ അക്കൗണ്ടിൽ കാശ് കൂടെ വേണം. അതൊക്കെ ശരി, അതിപ്പോ കടയിൽ നിന്ന് മേടിക്കാൻ പോയാലും കാശ് വേണ്ടേ? പക്ഷെ അതിനേക്കാളും ഗുണങ്ങൾ ഇതിനകത്ത് കൂടുതലുണ്ട്. അത് ക്ലീറ്റോ ആലോചിക്കണം. എന്ത്? നമ്മളിപ്പോ കടയിൽ പോവാണെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം, അല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെ തൂങ്ങി നിന്ന് പോണം. 1. 2, ഇവിടുന്ന് എന്തായാലും രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോ കഴിയൂലല്ലോ. പുറത്തുനിന്ന് ഭക്ഷണം, ചായ, ചോറ് ഇതെല്ലാം വേണ്ടി വരും. അത് ചെലവാണേ. 3, തിരിച്ചു വന്നാലോ മനുഷ്യനെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളൂല, എവിടെയെങ്കിലും തളർന്നൊടിഞ്ഞു കിടക്കാനേ പറ്റുള്ളൂ. ഇതൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഫോണിൽ നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിൽ ഞെക്കുക, പൈസ എടുക്കണ പോലും നമ്മൾ അറിയില്ലല്ലോ. സംഗതി കൊള്ളാം, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ. ഇതിപ്പോഴേ ഇത് ഒരെണ്ണം മേടിച്ചപ്പോ എന്റെ അക്കൗണ്ട് കാലിയായി. 1000 രൂപ അതിനകത്ത് കിടന്നത്, അത് തീർന്നു. വേറൊരു കാര്യം കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും ഈ ഓഫർ എന്ന് പറയുന്നത് അതൊരു ഇത് തന്നെയാണ്. 2000 കണി കാണിക്കോ ഇങ്ങനത്തെ ഒരു സാരി? ഉറപ്പായിട്ടും മതിക്കും 2500. അവക്ക് തീരെ ഇല്ല ഉടുപ്പ്. ഇപ്പൊ ഉടുപ്പിടാതെ നിൽക്കുവല്ലേ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടെ. പിന്നെ ഇത് എങ്ങനെ വാങ്ങിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊന്നും വിളമ്പണ്ട. ഇത് ഞാൻ എവിടെയോ പോയിട്ട് വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് നിനക്ക് സമ്മാനമായിട്ട് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നീ ഓൺലൈനിലാണ് നമ്മൾ മേടിച്ചതൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ അവള് നാളെ ഇതേ സെയിം കളർ വാങ്ങിച്ചു വെച്ചിട്ട് ഇവിടെ കൊടുത്തോണ്ട് നിൽക്കും. ഞാൻ പോയിട്ട് ഒന്ന് കുത്തിപ്പിച്ചിട്ടുള്ള കാര്യം. എവിടുന്നാ? എന്തിനെ പറഞ്ഞിട്ട്? നോക്കട്ടെ. നോക്കണ്ട, വേണ്ട. ഉണങ്ങി. ഉണങ്ങിയില്ല. ഉണങ്ങി. തൊട്ടോ ഉണങ്ങി. ചീത്താക്കരുത്. ഇല്ല, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്ന സാരിയല്ല. പുതിയതാ. എവിടുന്നാ? കണ്ടു നോക്ക്. കൊള്ളാലോ. ഇത് മുന്താണിയാ. ബ്ലൗസ് പീസ് ആക്കി കൂട്ടാക്കി. ഞാൻ ആക്കിയില്ല. ഇത് എവിടുന്ന് മേടിച്ചാ? എന്തിനാ പറഞ്ഞിട്ട്? എനിക്ക് ഒരെണ്ണം മേടിക്കാൻ. അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല. എവിടുന്ന് മേടിച്ചാ പറ. ഇത് അങ്ങനെ എല്ലായിടത്തുനിന്നും കിട്ടുന്നതൊന്നും അല്ല. പിന്നെ ഇത് ഞാൻ മൊബൈലിൽ നിന്ന് മേടിച്ചതാ. മൊബൈലിന്നാ? അതെ, ഓൺലൈൻ ബുക്കിംഗ്. ഓൺലൈനിന്നാ? നാത്തു മേടിച്ചാ? പിന്നല്ലാണ്ട്. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഇതിന്റെ വില അറിയാമോ? എത്ര? 2500 രൂപ. പക്ഷെ ഞാൻ എത്ര രൂപ കൊടുത്തു? 1000 രൂപ. എന്താ അത്രയും കൊടുത്താൽ മതി.
ഭയങ്കര റിഡക്ഷൻ അതിനകത്ത്. പക്ഷെ എനിക്കും മേടിക്കണം. തുടങ്ങി. ഒരു മനുഷ്യൻ എന്തെങ്കിലും കാര്യം ചെയ്ത് അപ്പൊ തന്നെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് ചെയ്യണം. അതിനെന്താ ഇത്ര പൈസ കുറച്ച് കിട്ടുമെങ്കിൽ എനിക്ക് മേടിക്കണം ഒരെണ്ണം. നിനക്കൊന്നും പറ്റുന്നില്ല, ചുമ്മാ PS എഴുതിക്കൊണ്ട് നടന്നാ പോരാ, കാര്യങ്ങളൊക്കെ പഠിക്കും. എനിക്കറിയാം അതിന് മേടിക്കാനൊക്കെ. അറിയാമെങ്കിൽ നീ മേടിച്ചോ. എന്നാലും നാത്തൂനെങ്ങനെ മേടിച്ചെന്ന് ഒന്നുകൂടി പറ. അതോ, അത് നമ്മുടെ ഫോണില്ലേ, നിന്റെ ഫോൺ ചെറുതാണോ? എന്റെ ഫോണിലൊക്കെ വരികയൊക്കെ ചെയ്യും. പറഞ്ഞോ. അതിനകത്ത് ഒരു സൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതാണ് ക്ലീറ്റോ. അതൊക്കെ എനിക്കറിയാം. അതില് സാരികൾ കാണും, സാരിയിൽ കുത്തണം. എല്ലാം അറിയെങ്കിൽ പിന്നെ എന്തിനോട് ഇരിക്കണേ? അതല്ല, സാരി നമ്മള് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ കാണിക്കൂലേ, പൈസ എങ്ങനെ അടയ്ക്കും? അതിനല്ലേ ATM കാർഡ്. ATM കാർഡ് അല്ലേ? എനിക്ക് ATM ഇല്ലല്ലോ. സാരി മേടിക്കാൻ പറ്റൂല. ഏട്ടന് ATM ഉണ്ടല്ലോ. അതവൻ തരില്ല. എന്തെങ്കിലും ആട്ടെ, പറ. അപ്പൊ നമ്മള് ATM-ല് നമ്പർ ഇല്ലേ, ആ നമ്പർ അടിച്ചു കൊടുക്കണം. അപ്പൊ പൈസ പോക്കോളും. അപ്പൊ അതിന്ന് പൈസ പോകും. പക്ഷെ എന്റെ സംശയം എന്താന്ന് അറിയാമോ, ഇവരിതിപ്പോ ഇതല്ലേ നമ്മള് ബുക്ക് ചെയ്തത്, ഇതിവിടെ കൊണ്ടുവരുമ്പോ ഈ കളർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കളർ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. തിരിച്ചാർക്ക് കൊടുക്കും? മൊബൈൽ എന്തൊക്കെ അറിയണം? തിരിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. തിരിച്ചവര് കൊണ്ടുപോവോ? കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുപോകില്ല നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ. പക്ഷെ ഇത് എന്തായാലും കൊള്ളാട്ടെ, നല്ല ലാഭമായി പോയി. എത്ര നേരം ഞാൻ നോക്കിയിരിക്കണു. എന്താ കാര്യം? ഏട്ടന്റെ ATM കാർഡ് എവിടെ? കാർഡ് എന്റെ കയ്യിലുണ്ട്. എനിക്ക് അതിന്റെ നമ്പർ ഒന്ന് വേണം കേട്ടാ. എന്തിനാണ്? ഈ സാരി മേടിക്കാൻ. സാരി വാങ്ങിക്കാനാ? അതിനെന്തിനാ ATM കാർഡ്? ഓൺലൈനിൽ നിന്ന് സാരി മേടിക്കാൻ. ഓൺലൈൻ പരിപാടി ഒന്നും വേണ്ട. നിനക്ക് സാരി വേണമെങ്കിൽ അതേ കടയിൽ പോയിട്ട് വാങ്ങിച്ചോ, നല്ലത് നോക്കിയെടുത്ത് വാങ്ങിക്കാം. ഓൺലൈനിൽ വരുന്ന സാധനങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ആർക്കറിയാം? നല്ലതാ. എനിക്ക് ഓൺലൈനിൽ നിന്ന് സാരി വേണം. അല്ല, ഞാനൊരു കാര്യം കേട്ടു, ഈ ഓൺലൈൻ സാരിയുടെ ഐഡിയ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് നാത്തൂൻ മേടിച്ചു. തങ്കം വാങ്ങിച്ചല്ലേ? നിനക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇഷ്ടം പോലെ സാരികൾ അലമാരയിൽ ഇരിക്കുന്നുണ്ട്, അത് മതി. നാത്തൂനുണ്ടല്ലോ ഇഷ്ടം പോലെ സാരി, എന്നിട്ട് നാത്തൂൻ മേടിച്ചല്ലോ പുതിയ സാരി. എടി, അവര് വാങ്ങിച്ചാ വാങ്ങിച്ചോട്ടെ എന്ന് അവര് കാണിക്കുന്ന പോലെ നമ്മൾ കാണിക്കണ. എനിക്ക് പുതിയ സാരി വേണം. പുതിയ സാരി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാന്ന്. ഇപ്പൊ സാരിയുടെ ആവശ്യം എന്ത്? ഏട്ടാ, ഇതാവുമ്പോഴത്തേക്ക് ഏട്ടൻ എന്റെ കൂടെ വരണ്ട, കൊറേ കടയിൽ കയറണ്ട, സെലക്ഷനും എളുപ്പമുണ്ട്. ഏട്ടാ, എനിക്ക് ഓൺലൈൻ സാരി വേണം. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഏട്ടാ, 2500 രൂപയുടെ സാരിയൊക്കെ 1000 രൂപയ്ക്ക് കിട്ടുമെന്നോ? എന്റെ അക്കൗണ്ടിൽ ആകെ 2000 രൂപയുള്ളൂ. അതിന് സാരി വാങ്ങിച്ചു കഴിച്ചാൽ പിന്നെ എന്തെടുത്ത് തിന്നും? കഷ്ടമുണ്ട് ഏട്ടാ, എനിക്ക് മാത്രം ഒരെണ്ണം പോലും ഇല്ലല്ലോ ഓൺലൈൻ സാരി. ഏട്ടൻ എന്താ അത് ആലോചിക്കാത്ത? എന്നോടൊരു സ്നേഹം ഇല്ലാത്തോണ്ടല്ലേ? ഏട്ടാ പ്ലീസ്. എന്തൊരു കഷ്ടാണ് എന്റെ ജമന്തി ഇത്. ഞാൻ എന്നാ 2000-ന്റെ ഒന്നും മേടിക്കൂല, ഒരു 500 രൂപയുടെ സാരി ഞാൻ മേടിച്ചോളാം. എന്തിനാട്ടെ, എനിക്കൊരു ഓൺലൈൻ സാരി വേണം, നല്ലതാ. ഇങ്ങോട്ട് വന്നേ. എന്താ? അതെ, ഈ കോട്ട എങ്ങനെ ഉണ്ടടി? എന്തിനുള്ളത്? എന്തിനുള്ളാന്നാ? എന്തിനിപ്പോ നിങ്ങക്ക് കോട്ട്? നിങ്ങൾ വെള്ളയും മാത്രമല്ലേ ഇടുള്ളൂ.
എടി മുണ്ടിന്റെ ഷർട്ടിനെ പുറത്തൂടെ ഇടാൻ പറഞ്ഞ കോട്ട ഇത്. അയ്യേടാ നല്ല ഡൽഹിയിലൊക്കെ കോലായിരിക്കും. എന്താ ഡൽഹി പോകുമ്പോ ഇനി ഞാനിത് ഇടാൻ പോകുന്നത്. നിങ്ങൾ അതിനെങ്ങനെ ഡൽഹി പോണത്? ഡൽഹി പോകുന്നത് എന്തിനെന്ന്? എടി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ട ഏത് നിമിഷവും ഞാൻ ഡൽഹി പോകേണ്ടി വരും. പിന്നെ ക്ലീറ്റോ, ഈ ഡൽഹിയിലുള്ള ആൾക്കാരെ കണ്ട് ഇങ്ങ് പഞ്ചായത്തിനേക്കാളും താഴെയുള്ള നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ മോനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. എത്ര നാളായി പറഞ്ഞു തരണോ? എടി കേന്ദ്രം നമ്മൾ ആഗ്രഹിച്ചാലേ നമ്മൾ സംസ്ഥാന തലത്തിലെങ്കിലും എത്തും. ആഗ്രഹിക്കാൻ വേണ്ടിട്ട് കുറെ നാളായി, സംസ്ഥാനത്ത് നിർത്തി കണ്ടില്ല. അയ്യോ പിന്നെ അതിപ്പോ വലിയ സമയമൊന്നും വേണ്ട, നീ നോക്കിക്കോ. ഇതിപ്പോ എങ്ങനെ ഓൺലൈനിൽ മേടിക്കാനാ? ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അങ്ങനെ കൊതിയാണെങ്കിൽ ഇപ്പൊ ഓഫർ ഓഫർ നോക്ക് നോക്ക് നോക്ക്, ഇതൊന്ന് വായിക്കേ. ഈ പെണ്ണ് കൊല്ലുള്ളൂ മനുഷ്യനെ. ലോട്ടറി അടിച്ചു. എന്റെ കണ്ണട ആർക്ക് ലോട്ടറി അടിച്ചു? ക്ലീറ്റ ചേട്ടൻ ലോട്ടറി അടിച്ചെന്ന്. ലോട്ടറിയാ? ആ എവിടെ? ദേ ഇതില്. തുടങ്ങി ഒരേ വസ്തുവായിട്ട്. സത്യമായിട്ടും അതെ, ഞാൻ സാരി മേടിച്ചില്ലേ, അവിടുന്ന് എനിക്ക് ലോട്ടറി അടിച്ചു കൊറേ പൈസ. ഒരു പണിയില്ലാതിരിക്കാതെ പറയട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ. ക്ലീറ്റ ചേട്ടൻ സത്യമായിട്ടും അതെ. സാരി മേടിച്ചാലും അടിക്കല്ലേ, ഇത് അവൾക്ക് കിട്ടാത്തതിന്റെ അസൂയാണ്. അതെ ഒരുപാട് എന്തോ ഡോളറൊക്കെ ഉണ്ടെന്ന് കണ്ട മെസ്സേജ് കണ്ട. ഈ ചിഹ്നം ഡോളറിന്റെ അല്ലേ? സത്യം ക്ലീറ്റ ചേട്ടാ. തങ്കം, തങ്കം എന്താ എടി ഇങ്ങോട്ട് വന്നേടി. ഒയ്യോ കളിക്കില്ല, എനിക്ക് കടയിലോട് അറിയിച്ച പറഞ്ഞില്ലേ എടി സത്യമാടി ഇത്. നീ വായിച്ചു നോക്കിയേ, നിനക്ക് പറ്റുന്ന രീതിയിൽ നീ വായിച്ചു നോക്ക്. കണ്ട ഡോളർ. ആ കൊറേ പൈസ കിട്ടും. നമ്മളെ സാരി മേടിച്ച എന്തോ ആൾക്കാർക്ക് പൈസ. എടി പോത്തെ, നമ്മൾ സാരി മേടിച്ചത് ഏതോ അമേരിക്കൻ കമ്പനിയുടെ ഇതിൽ നിന്നാണല്ലോ വാങ്ങിച്ചത്. അപ്പൊ അവരുടെ നറുക്കെടുപ്പിലാ ഇപ്പൊ വീണേക്കണേ. അപ്പൊ എനിക്കെന്താ കിട്ടാൻ? ഞാൻ നിനക്ക് ഭാഗ്യമില്ല, വീണില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ലക്കി ഡ്രോ എന്നൊക്കെ എഴുതിയേക്കണ കണ്ടില്ലേ? സത്യാണോ? സത്യമായിട്ടും അതെ. കൊറേ പൈസ കിട്ടൂലേ. പിന്നെ ഒരു സാരി മേടിച്ച ഇങ്ങനെ കിട്ടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അയ്യോ മോനെ, അപ്പൊ ശരിക്കും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ? നിനക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന പോലെയല്ലേ? പിന്നെ എന്നാലും എനിക്ക് തങ്കത്തിന് കിട്ടുന്നത് എനിക്ക് കിട്ടുന്ന പോലെയാ. ഇത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നേ. നീ കനകനെ വിളിച്ചു പറഞ്ഞോ? ഇല്ല. വിളിക്കുന്ന വിളിക്കണോ ഇപ്പൊ? സർപ്രൈസ് കൊടുക്കാം. വരട്ടെ, വരുമ്പോ കേട്ടൊന്ന്. അതെ, അമ്മാവനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? അമ്മാവനെ വിളിച്ചാ അമ്മാവന്റെ വരട്ടെ, എല്ലാരും അറിയണ്ടേ സന്തോഷം. അമ്മക്ക് ഗുരുവായൂർ വാങ്ങണ്ട നേരവേ. അമ്മാവാ, അമ്മാവാ ഒന്ന് എത്ര പെട്ടെന്ന് ഇവിടെ വരണ ഒരു വിശേഷമുണ്ട്. ഫാസിലേ, ഇത് എൻ്റെ അക്കൗണ്ടിൽ പൈസ കാണാനില്ല, സീറോ ബാലൻസ്. എനിക്ക് പൈസ കിട്ടിയല്ല, കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നീ ഒന്നും കൂടി ഇട്ട് നോക്ക്, ചിലപ്പോൾ അത് എറർ കാണിക്കായിരിക്കുള്ളൂ. ഇല്ലടാ, ഞാൻ 2-3 പ്രാവശ്യം നോക്കി. സീറോ ബാലൻസാ? സീറോ ബാലൻസ്. ഒറ്റ പൈസ ഇല്ലേ? ഒരു പൈസ ഇല്ല. അല്ല, നിനക്ക് മെസ്സേജ് വന്നതല്ലേ സാലറി വന്നതിൻ്റെ? ഉവ്വന്നേ മെസ്സേജ് വന്നു. പിന്നെ അതിൻ്റെ ബാലൻസ് കാണൂലേ അത്? അത് കാണണ്ടേ? അതെവിടെ? അല്ല പിന്നെ വല്ലതും? വേറൊന്നുമില്ല. എനിക്ക് പൈസ കിട്ടിയാണല്ലോ, കണ്ട ഞാൻ ആവശ്യത്തിനുള്ള പൈസ എടുത്ത് കറക്റ്റ് ആണല്ലോ. അങ്ങനെ വരാതിരിക്കൂല, ഒന്നുകൂടി നോക്കിയതിൽ. നോക്കിയെന്നേ, ഞാൻ 3-4 പ്രാവശ്യം നോക്കിയല്ലോ. ചിലപ്പോ ഇത് നമ്മുടെ ബ്രാഞ്ചിന്റെ ATM അല്ലല്ലോ, നമ്മുടെ ബാങ്കിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ സംഭവിക്കാറുണ്ട്. മെസ്സേജ് അത് കൃത്യമായിട്ട് വരാഞ്ഞിട്ടാണ്, അത് ടെൻഷനൊന്നും അടിക്കണ്ട. എടാ, നമ്മൾ വേറെ ഈ ATM ഒക്കെ മാറി എടുക്കുന്നതല്ലേ, ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ഇപ്പം ഇതൊക്കെ ഈ GST അത് ഇതൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ചില മിസ്സിങ് കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആവും. പൈസ ഒന്നും 10 ദിവസം പോകില്ല. ഇപ്പം ട്രഷറിയിൽ നിന്നല്ലേ ബാങ്കിലിട്ടേക്കണം, അതെങ്ങനെയാണ് പോണത്? ഇപ്പം എൻ്റെ നല്ല തൃപ്തിയായിട്ടുണ്ട്. മാത്രല്ല ഒരു 2 കുറിയുണ്ട്, പിന്നെ നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസ ഞാൻ തരണ്ടേ? അതിപ്പോൾ നാളെ തന്നാലും മതി. അല്ല, നമുക്ക് പോണ വഴി ബ്രാഞ്ചിൽ കയറി ഒന്ന് അന്വേഷിച്ചാലോ? ഇതേ ചിലപ്പോൾ കാർഡ് ഇവിടെ ഒരഞ്ഞിട്ടായിരിക്കുള്ളൂ, ഇതിന് മെമ്മറി കാണിക്കൂല. ചിലത് ഇങ്ങനെ ഇട്ടിട്ട് തേഞ്ഞു കഴിഞ്ഞാലേ ഇല്ലടാ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും കൂടി എടുത്തതല്ലേ. ആണോ? അപ്പൊ ആ ബാലൻസ് പൈസ ഉണ്ടായിരുന്നു, അതും കാണാനില്ലാന്ന്. അങ്ങനെ ഒരു പൈസ ഒന്നും പോകില്ല, അതോർത്ത് നീ പേടിക്കണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കുള്ളൂ. ഞാനിട്ടപ്പോൾ തന്നെ കിട്ടുകയും ചെയ്തെന്നാ. ഹലോ, എന്താണ്?
ആ വരികയാണ്, വന്നോണ്ടിരിക്കുകയാണ്. ആ ശരി. അതെ, ഒന്നും കൂടി നോക്കാം. അല്ലട ക്ലീറ്റസേ, നമ്മുടെ കേരളത്തിൽ കേരള ലോട്ടറി മാത്രമല്ലേ വിൽക്കാൻ പാടൂ. ഓ, പിന്നെ ഈ അമേരിക്ക എന്നൊക്കെ ഇങ്ങനെ ലോട്ടറി അടിക്കാന്ന് പറയുമ്പോ അതിന് ടിക്കറ്റും കാര്യമൊക്കെ എങ്ങനെയാ? ഓ, എൻ്റെ അമ്മാവായ അത് ഇവിടെ ജമന്തി ഒരു സാരി മേടിച്ചല്ലോ മറ്റേ ഈ നെറ്റിൽ കൂടെ. ആ സാരി മേടിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടാ. അതെ, അവള് പറഞ്ഞിട്ടാ. പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്കൊരു സാരി വേണമെന്ന് തോന്നി, അപ്പൊ ഞാൻ വാങ്ങിയതാ. തർക്കിക്കണ്ട, സാരി മേടിച്ചപ്പോ അപ്പൊ അമ്മാവ ആ സാരി മേടിക്കുന്ന ആൾക്കാരുടെ നറുക്കെടുക്കും. നറുക്കെടുത്തിട്ട് അതില് ഫസ്റ്റ് വരുന്ന ആളിനാണ് ഈ പൈസ കൊടുക്കണത്. ഭാഗ്യാണ് അമ്മാവ, ഭാഗ്യം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നല്ല ഭാഗ്യം. നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമൊന്നുമല്ല, എന്റെ ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ നാത്തൂന് അടിക്കുമായിരുന്നല്ലോ ലോട്ടറി. നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എല്ലാത്തിനും ഉള്ളതാണല്ലോ. അമ്മാവനറിയോ എത്ര പേര് സാരി മേടിക്കണതാ? എന്റെ മൊബൈലിലോട്ടാ മെസ്സേജ് വന്നേ, 50 ലക്ഷം $. എന്ത്? ഡോളറാ, ഡോളറ്. $50 ലക്ഷം. ഈ ഡോളർ എന്ന് പറയുമ്പോ ഈ ഇന്ത്യൻ മണി ആയിട്ട് താരതമ്യം ചെയ്യുമ്പോ എത്ര വരും? കൊറേ പൈസ ഉണ്ടാവില്ലേ ഇത്? അല്ലടി, $1 എന്ന് പറയുമ്പോ 60, 65. 65 ഒന്നല്ല, ചില ദിവസം 70 വരും. അയ്യോ, അത് വരും. അത് പിന്നെ നമുക്ക് സൗകര്യം പോലെ മാറിയാ മതി അല്ലേ? അല്ല, ഈ 70 എന്ന് പറയുമ്പോ അപ്പൊ 50 ലക്ഷം × 70. ഏതാണ്ട് ഒരു കോടികൾ അമ്മാവാ, കളിക്കണ കളിയൊന്നുമല്ല. 35 കോടി. നമ്മുടെ കുടുംബത്തിൽ 35 കോടിയൊക്കെ വരുന്ന ആരെങ്കിലും അറിഞ്ഞോ? എടി ഞാനിത് ഞാൻ പറയട്ടെ അമ്മാവാ, സെക്രട്ടറിയുടെ നടയിൽ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ജാഥയ്ക്ക് പോയപ്പോ ഒരുത്തൻ കൈ നോക്കാൻ അവിടെ ഇരിക്കുക താത്തമ്മയൊക്കെ ആയിട്ട്. എന്നോട് പറഞ്ഞ നല്ല ഭാഗ്യമുണ്ട്, ലക്ഷണങ്ങളുണ്ട്, ഒരുപാട് ഭാഗ്യം കടന്നു വരാൻ പോണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ പറഞ്ഞു, വൈകാതെ നിങ്ങളുടെ തറവാട്ടിൽ ഒരു ഭാഗ്യം വന്ന് വരുമെന്ന്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വരുമെന്ന്. അതാണ് ക്ലീറ്റ എന്ന് പറഞ്ഞ രാജയോഗം ഉണ്ടെന്ന് നമുക്ക്. ആർക്ക് രാജയോഗം? എനിക്കാ അമ്മാവ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആരാ ഇപ്പൊ? ഞാനല്ലേ. പിന്നെ അയ്യേ, എനിക്കിനി ഇവിടെ നിന്ന് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനേ വലിയ നിലയിലാ. ഈ കാശ് എങ്ങനെ ഇപ്പൊ നമ്മുടെ കൈ കിട്ടത്? അല്ല, അത് നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അയക്കൂലേ? അത് അവര് മാറിയിട്ട് വിളിക്കും. ഇനിയിപ്പോ ചിലപ്പോ ഇവരിനി അമേരിക്ക പോയിട്ട് വരുമോന്ന് അറിയില്ല. ഇനി അമേരിക്കയിലൊക്കെ പോണെങ്കിൽ എന്തായിരിക്കും? എന്തിനാ അമേരിക്കക്കണ്? ഈ ഭൂഗോളം മുഴുവൻ കറങ്ങാനുള്ള പൈസ ഉണ്ടല്ലോ. അതെ, ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോവാ. ഫാമിലി ആയിട്ടൊന്നുമില്ല. ഏട്ടൻ ഇനിയിപ്പോ ആ ജോലിക്ക് പോകണ്ടല്ലേ അമ്മാവ? ആ ജോലി ഇനി ആരും ജോലിക്ക് പോണ്ട. വേണ്ട. എന്നിട്ട് ഞാനും ഏട്ടനും കൂടി വേൾഡ് ടൂർ പോകും. കണക്കും കാര്യങ്ങളൊക്കെ അമ്മാവനെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് നടത്തി തരും. അതിന്റെ കാര്യമൊന്നുമില്ല, ബാക്കി പൈസ മുഴുവൻ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇടും. മതി. ആ പലിശ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാലോ. അതും ആ നാത്തിന് വേണമെങ്കിൽ 5-10 ഒക്കെ തരാം ഞാൻ. ക്ലീറ്റന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കണം. പാർട്ടിയെ അതിന്റെ അല്ല, പാർട്ടി ഉണ്ടാക്കണത് പ്രശ്നമില്ല, അതിപ്പോ ചെയ്യും. പക്ഷെ നിനക്കൊരു നല്ലൊരു സ്റ്റിച്ചിങ് സെന്ററും ഒരു റെഡിമെയ്ഡ് ഷോപ്പും ഒക്കെ ആയിട്ട് അത് ചെയ്യണ്ടേ? പേര് ജമന്തി ടെക്സ്റ്റൈൽ എന്ന് മതി. അത് വേണമെങ്കിൽ ഞാനൊരു തുണിക്കട തുടങ്ങും. നാത്തൂന് അതിന്റെ മാനേജറായിട്ട് ഇരുന്നോ? എന്താ പോരെ? അത് മതി. മഴ എന്താണ് ഞാൻ പറയാം. അവനൊന്നകത്ത് കയറ്റിയിട്ട് തല ഇറങ്ങി വീണതാണ്. എന്താ അസുഖം വന്നാൽ ഒരു ആശുപത്രി വേണമെങ്കിലും നമുക്ക് വിലക്ക് വാങ്ങാം. ഭാഗ്യം വരണ വഴിയാണ്. നിങ്ങോട്ട് നോക്ക്, ലോട്ടറി അടിച്ചു. നിനക്കോ? $US ആയിട്ടാ? കോടീശ്വരനാ, കോടീശ്വരൻ. 30 കോടി വരുമെന്ന്. 35. ഇതെന്താണ് ഇവര് പറയണത്? എനിക്ക് മനസ്സിലാവണേ. US ലോട്ടറി എടുക്കാൻ നീ അവിടെ പോയാ? ഞാൻ അന്ന് ഓൺലൈനിൽ സാരി മേടിക്കാന്ന് വന്നപ്പോ ഏട്ടന് എന്തൊരു ബഹളായിരുന്നു. അതിന് ലക്കി ഡ്രോയില് എനിക്കാ കിട്ടിയത്. എവിടെ പേരാ വീണേ? എടാ, ആ കമ്പനിക്കാര് എന്തോ ലോട്ടൊക്കെ ഇട്ട് അതിനടുത്ത എല്ലാവരുടെ എന്നിട്ട് സമ്മാനം എന്ന് പറയുന്നത് $. എനിക്ക് മെസ്സേജ് വന്നെന്ന് ഒന്നും പറയുന്ന. ഞാനും കണ്ടു അവളുടെ ഫോണില് മെസ്സേജ്. ഇംഗ്ലീഷിലാണ്, എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ $. എഴുതിയേക്കണ ഞാൻ കണ്ടു. അത് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവരിങ്ങോട്ട് കോൾ ചെയ്തു. എന്നിട്ട് ഹസ്ബൻഡിന്റെ പേര്, അക്കൗണ്ട് നമ്പർ, പിന്നെ ബാങ്ക്,
ബ്രാഞ്ച് ഉൾപ്പെടെ പറഞ്ഞു അവര്. അപ്പോഴും ഞാൻ വിശ്വസിച്ചേ. അതെ. പിന്നെ അത് കഴിഞ്ഞ അവര് പിന്നെ വിളിച്ചു. ഈ പൈസ നമ്മുടെ ബാങ്കിലേക്ക് ഇടണമല്ലോ, കോടികളല്ലേ, അതിന് വേണ്ടിട്ട് പിൻ നമ്പർ കൊടുക്കണോന്ന്. അത് ഞാൻ കൊടുത്തു. പിന്നെയാണ് വീണ്ടും ഒരു മെസ്സേജ് വന്നേ, OTP നമ്പർ നമ്മുടെ മൊബൈലിൽ വരും, അതും അയച്ചു കൊടുക്കണോന്ന്. പിന്നെ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ആവുന്നുണ്ടോ? സന്തോഷായില്ലേ? അല്ല എന്താ നിനക്ക്? എന്താ നിന്റെ തലക്കത്ത് എന്താ ഓളുണ്ടോ? ഉണ്ടടി. നിനക്ക് പ്രാന്താളിയാ? കുട്ടിയെ പിടിച്ചതല്ലേ? ഓരോരുത്തരും വിളിക്കുമ്പോ ഈ മറ്റേ അക്കൗണ്ട് നമ്പർ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ നീ ആരടി? പൈസ കിട്ടാൻ വേണ്ടിട്ടല്ലേ? എന്ത് പൈസ? അതെ, നിങ്ങളുടെ ലോട്ടറി പ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കും കേട്ടാ. എടി ഓൺലൈനിൽ ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത് ഏതാ ശരി ഏതാ തെറ്റെന്ന് ആർക്കറിയാം? ആളുകൾ വിളിച്ചിട്ട് ഇതേപോലെ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കരുത്. അത് പറഞ്ഞു കൊടുത്തപ്പോ എന്താ ഉണ്ടായേ? നീ മിണ്ടായിരുന്നു എടുത്ത്. പറഞ്ഞു കൊടുത്താലേ നമുക്ക് കാശ് കിട്ടൂ. ഇന്ന് എന്റെ അമ്മാവ ഞങ്ങൾക്ക് ശമ്പളം വരുന്ന ദിവസമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ATM പൈസ എടുക്കാൻ വേണ്ടി പോയി. അവന്റെ പൈസ ഉണ്ട്, എന്റെ അക്കൗണ്ടിൽ നോക്കുമ്പോ 0 ബാലൻസ്. നിന്റെ അക്കൗണ്ടിലെ പൈസ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? അതിന് ഇവളെ ഒറ്റ കാരണക്കാരി. അതെങ്ങനെ അവള്? എന്റെ തങ്ക അവള് ഓൺലൈനിൽ ഷോപ്പ് ചെയ്തില്ലേ, അപ്പൊ ചോദിച്ച അക്കൗണ്ട് നമ്പർ OTP നമ്പറൊക്കെ അവർക്ക് അയച്ചു കൊടുത്തില്ലേ, അവരാറ്റ് ഇവന്റെ പൈസ പിൻവലിച്ചെന്ന് എങ്ങാണ്ടെന്നും. അക്കൗണ്ട് നമ്പർ പിൻ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തില്ലേടി? എന്റെ തങ്ക ഇവള് അയച്ചു കൊടുത്ത അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഏതൊക്കെ സൈറ്റിൽ പോയിന്ന് നമ്മളെങ്ങനെ അറിയാനാ? ആ സൈറ്റ് ഉണ്ടാക്കണവന് പോലും അറിയൂല ഇതാ എവിടെയൊക്കെ പോണേന്ന്. അവരാരെങ്കിലും വലിച്ചെടുത്തിട്ടുണ്ടാവും ഇവന്റെ പൈസ. ഇതിപ്പോ അക്കൗണ്ടിൽ ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ പോയുള്ളൂ. അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യണി? എല്ലാം എടുത്തോണ്ട് പോകൂലേ? ഇനി ഓൺലൈനിൽ ബാക്കിയുള്ള സാരി ഉണ്ടല്ലോ, അത് കെട്ടി പോയിച്ച് പിടിക്കുന്നോ? ഈ മാസം ശമ്പളം പോയില്ലേ? ഈ മണ്ണ് വാരുത്തുന്നോ പോത്തെ? ലോട്ടറി മാങ്ങാത്തൊലി എന്തൊക്കെ നടക്കണില്ലേ? അമ്മാവ് ഇത് കൊല്ലത്തൊരു ഡോക്ടറുടെ 7 ലക്ഷം രൂപ പോയി. പിന്നെ രാജയോഗം വരും രാജയോഗം വരും എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അമ്മാവാ, ഇവളുടെ ഇപ്പോഴത്തെ യോഗം രാജയോഗമല്ല, പിന്നെ പരാജയയോഗ. പരാജയ യോഗം. Versus Alien.